വാർത്തകൾ വിശദമായി. 7 ബഡ്ജറ്റിൽ കോടികൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടിവെള്ളം കിട്ടാക്കിനിയെന്ന് BJP. NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 7 ബഡ്ജറ്റുകളിലും കൊടുങ്ങല്ലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കുടിവെള്ള സംഭരണിയിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ച് പുതിയ ജലസംഭരണി സ്ഥാപിക്കുന്നതിനായി കോടികൾ പ്രഖ്യാപിച്ചെന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും കൊടുങ്ങല്ലൂർ MLAയുടെയും അനാസ്ഥ മൂലം വേനൽ കടക്കുന്നതിന് മുൻപായി രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് BJP ആരോപിച്ചു. ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ MLAയുടെയും നഗരസഭയുടെയും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ BJP പാർലമെന്ററി പാർട്ടി നേതാവ് TS സജീവൻ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സമയത്ത് അത് വെള്ളം അപ്പം തന്നെ അത് നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭരണിയിൽ കുറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന സംവിധാനത്തിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ വെള്ളം തീരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്രയധികം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ബഡ്ജറ്റിലും കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റിൽ ഫണ്ട് കണ്ടെത്തുന്നു പറഞ്ഞാൽ ഇപ്പോഴും ഈ പത്രത്തിൽ മാതൃഭൂമി പത്രത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. 75 കോടി രൂപ കുടിവെള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് പൈസ പാസ്സാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റിൽ പൈസ പാസ്സാക്കല്ലാണ്ട് യാതൊരു സംവിധാനങ്ങളും നടപ്പിലാക്കാനായിട്ട് MLAക്ക് കഴിയുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 75 കോടി പാസ്സാക്കിയെന്നും പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ തന്നെ ഈ കുടിവെള്ള സംവിധാനത്തിന് വേണ്ടി സംഭരണിക്കും അതുപോലെ തന്നെ പൈപ്പിടാനും പുതിയ പൈപ്പിടാനും ഫണ്ട് പാസ്സാക്കിയെന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും സമരപരിപാടികൾ കൃത്യമായി നടത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചും അതുപോലെ തന്നെ MLA ഓഫീസിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്.